ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും കലോത്സവ നഗരിയിലെ അവസാനത്തെ മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി 6 ദിവസമായി, ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഇവിടുത്തെ ഓരോ തുടിപ്പും പ്രേക്ഷകരിലേക്ക് അതേപടി എത്തിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ രാവിലെ എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കലോത്സവങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഉത്സവങ്ങളിലും പോലെ അവസാന ദിവസം ചില കലാശക്കൊട്ടുകളൊക്കെ ഉണ്ടാകും, അതിൻ്റെ ഒരു ആവേശം ഉണ്ടാകും. പക്ഷേ അതോടൊപ്പം തന്നെ വേർപിരിയലിൻ്റെ ഒരു ചെറിയ വിഷാദവും ഒക്കെ ഉണ്ടാകും. ഇവിടെയും അങ്ങനെയാണ്. ഒരു പൂരനഗരി ഒഴിയുന്നതിൻ്റെ ചില സൂചനകൾ പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഒരു വിടവാങ്ങലിൻ്റെ വക്കിലാണ്. അതിൻ്റെ ചെറിയൊരു വിഷാദമുണ്ട്. പക്ഷേ ഇനിയും ഒരു കലോത്സവങ്ങൾ വരുന്നുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷകരമായൊരു വേർപിരിയൽ എന്ന് തന്നെ പറയാം. എന്തായാലും ഒരുപാട് ദിവസങ്ങൾ, ഒരാഴ്ചയോളം കുട്ടികൾ, പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് ഈ സൗഹൃദം ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നവർ. നമ്മുടെ അതിഥികളായി വന്ന പല കുട്ടികളും പറഞ്ഞു, ഒരുപക്ഷെ മത്സരിക്കുന്നതിനേക്കാൾ അധികം അവർക്ക് ഈ കൂട്ടുകെട്ടും അല്ലെങ്കിൽ പരിക്കേറ്റ ആളെ കൂടി തങ്ങളുടെ കൂടെ എത്തിച്ച് മത്സരിക്കുന്നതിൻ്റെ ഒരു ആവേശം, അത് തന്നെയാണ് ഈ കലോത്സവം അവർക്ക് നൽകുന്ന ഊർജ്ജം. അത് പഠനം മാത്രമല്ല, സ്കൂൾ കഴിഞ്ഞാലും കോളേജ് കഴിഞ്ഞാലും ജീവിതത്തിലുടനീളം അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് കലോത്സവം എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇപ്പം പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കലോത്സവം ഒരു കലയുടെ ഉത്സവമാണ്. അതോടൊപ്പം തന്നെ സൗഹൃദത്തിൻ്റെ, കൂട്ടായ്മയുടെയൊക്കെ ഉത്സവമാണ്. ആദ്യത്തെ ദിവസത്തെ ഔപചാരികതകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെയുള്ള, കാരണം മാധ്യമപ്രവർത്തകരും ഈ പറഞ്ഞ പോലെ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം തമ്മിൽ ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ. എനിക്ക് തോന്നുന്നു കലോത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ, കലോത്സവ വേദിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെയുള്ള ഓരോ കലോത്സവങ്ങളും ഓർമ്മയുടെ ഉത്സവങ്ങളാണ്. നമുക്ക് അന്നത്തെ ഏറ്റവും സജീവമായ ഓർമ്മകൾ നമുക്കായാലും അതെ അല്ലേ. ഓരോ കലോത്സവ റിപ്പോർട്ടിങ് കഴിയുമ്പോഴും നമ്മൾ പറയും കോഴിക്കോട് കലോത്സവം, കണ്ണൂർ കലോത്സവം അല്ലേ. അങ്ങനെ എത്രത്തോളം സന്തോഷമായി ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം സന്തോഷമായി കഴിഞ്ഞ 6 ദിവസം ഞങ്ങൾ കൊണ്ടുപോയി. അതൊന്നും മിണ്ടുന്നില്ല. കലോത്സവം മുന്നോട്ട് വെക്കുന്നൊരു സന്ദേശവും അതുതന്നെയാണ്. കുട്ടികൾ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായി മാറുന്ന കാഴ്ച. ആ കുട്ടികളുടെ സന്തോഷം കാണാൻ കയ്യും കണക്കുമില്ലാതെയാണ് ഈ 20 വേദികളിൽ, നദികളുടെ പേരിട്ട് വിളിച്ച 20 വേദികളിലേക്ക് കണ്ണൂരുകാർ ഒഴുകിയെത്തിയത്. ആ ഒരു മലബാറുകാർ പ്രത്യേകിച്ച് കലയ്ക്ക് നൽകുന്ന ഒരു വലിയ അക്സെപ്റ്റൻസിൻ്റെ ഒരു സ്വീകരണത്തിൻ്റെ ഒരു വലിയ കാഴ്ച കണ്ണൂരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കണ്ണൂരിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇടയ്ക്ക് ചില സങ്കടകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ഹർത്താൽ വന്നു. ഒരുപക്ഷെ ഹർത്താലും ഒരു ജില്ലാ ഹർത്താലായിരുന്നു, കണ്ണൂരിനെ മാത്രം ബാധിക്കുന്ന ഒരു ഹർത്താലായിരുന്നു. അതിൻ്റെ ചില പ്രശ്നങ്ങൾ കലോത്സവത്തെ ബാധിച്ചു. പക്ഷേ അതിനെയൊക്കെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മറികടക്കാൻ കണ്ണൂരിന്, കലയൂരിന് കഴിഞ്ഞു എന്നുള്ളതും ഓർക്കേണ്ടതാണ്. നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ ഒരുപാട് പറയാനുണ്ട്. അതിനിടയ്ക്ക് ചില വാർത്തകളിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. ഇന്നലെ ഏറ്റവും കൂടുതൽ കലോത്സവ നഗരിയെ ഇളക്കി മറിച്ചത് സംഘനൃത്തമായിരുന്നു. ഒരുപാട് സുന്ദരി കുട്ടികളാണ് സംഘനൃത്ത വേദി. സംഘനൃത്തം മാത്രമല്ല, എല്ലായിടത്തും സുന്ദരികളാണ് തോന്നുന്നു. സുന്ദരികൾ സുന്ദരന്മാരെ പറ്റി ആരും പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ സംഘനൃത്തത്തിന്റെ വേദിയിലുണ്ടായിരുന്ന സുന്ദരികൾ കിട്ടായിരുന്നു. തിളക്കം. സംഘനൃത്ത വേദിയിൽ വല്ലാത്തൊരു തിളക്കം കണ്ടാണ് വേദിയുടെ പിന്നാമ്പുറത്ത് ഒളിഞ്ഞു നോക്കാനെത്തിയത്. സത്യം സ്വർലോകത്തെത്തിയതുപോലെ. അപ്സരക്കുട്ടികളും നാഗകന്യകകളും ത്രിപുര സുന്ദരിമാരും ഉർവശിമാരും രംഭമാരുമൊക്കെ തലയ്ക്ക് പിന്നിലും മുന്നിലുമൊക്കെ ദിവ്യ വെളിച്ചവും കൊണ്ട് നടക്കുന്നു. പണ്ട് മഹാഭാരതം, രാമായണം സീരിയലുകളിലൊക്കെ കണ്ട മാതിരിയുള്ളവർ ഗദയും തൃശൂലവും ഒക്കെയായി കിങ്കരന്മാർ പടകൂട്ടുന്നു. സംഘനൃത്തവേദിയിൽ ആടിത്തീർത്ത സുന്ദരിമാർ ഇടയ്ക്കിടെ ഇറങ്ങി വന്നുകൊണ്ടേയിരുന്നു. ഗന്ധർവ കിങ്കരർ സംഗമവേളയിൽ അദ്രിക ശൃംഗാര മദന ചതുര സന്ധ്യാവന്ദന ജപവുമായി ഒരു ബ്രാഹ്മണൻ ഉണയിൽ ധ്യാനത്തിനിറങ്ങി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്താൻ ഇത്തിരി സമയം വേണം. ഭൂമിയിലെയും സ്വർഗത്തിലെയും വിശേഷങ്ങളെക്കുറിച്ച് സുന്ദരിമാരുമായി അത്യാവശ്യം ഒരു ഡിസ്കഷനൊക്കെ നടത്തി. അടുത്ത കലോത്സവത്തിൽ സംഘനൃത്തവേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ഉറപ്പിന്മേൽ സ്വർഗസുന്ദരിമാർക്ക് സലാം പറഞ്ഞു. മൊഞ്ചത്തിമാരെയും ശാലീന സുന്ദരികളെയും മോഡേൺ സുന്ദരികളെയും ഒക്കെ കണ്ടെങ്കിലും സ്വർഗീയ സുന്ദരികളെ കണ്ടെത്താൻ കഴിഞ്ഞത് സംഘനൃത്തവേദിയിൽ നിന്നാണ്. സുന്ദരി കുട്ടികളെ കണ്ടു കഴിഞ്ഞു. സുന്ദരന്മാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ജീവ സുന്ദരിമാരുടെയും ഭക്ഷണത്തിന് പുറകെ ആയിരുന്നു അല്ലേ വന്നപ്പോൾ തൊട്ട് ഫുൾ ടൈം ഫോക്കസ് ചെയ്തിരുന്നു. ജീവൻ്റെ ഒരു ബീറ്റായി ജീവന് നമ്മൾ കൊടുത്തിരുന്നത് ഊട്ടുപറിയും ഇതുപോലെയുള്ള വെറൈറ്റി സ്റ്റോറീസും ആയിരുന്നു. നമ്മൾ 4 പേരാണ് എപ്പോഴും ഓൺ എയർ വന്നുകൊണ്ടിരുന്നതെങ്കിലും നമുക്ക് പിന്നിൽ ഒരുപാട് പേർ വലിയ പ്ലാനിങ്ങും ചർച്ചകളും. ഇപ്പം തന്നെ രാവിലെ തന്നെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഗൂഢാലോചനകൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് DP മോഹൻകുമാർ സാറിനെ 2-3 പേർ. എനിക്കിവിടെ അടുത്ത വർഷത്തേക്കുള്ള ഗൂഢാലോചനകളായിരിക്കും അല്ലേ ചിലപ്പോൾ. അവരുടെ കാര്യമായ ചർച്ചയിലാണ്. എന്തൊക്കെ പറയണം. എന്തായാലും പിന്നെ
ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ സത്യം. നമ്മൾ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ മതി, പക്ഷെ അത് കൃത്യമായി വയറിലൂടെ കേബിളിലൂടെ ആന്റണിയിലൂടെ അങ്ങ് ആകാശത്ത് പോയി നീല ടീഷർട്ട് ഒക്കെ ഇട്ട് രാവിലെ ഒരു പടം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു അധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഒക്കെ തുകയാണ് ഈ കഴിഞ്ഞ 7 ദിവസം 7 രാത്രിയും പകലും ഇപ്പോഴും ഇവിടെ സജീവമായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും എല്ലാം അഴിച്ചു ഞങ്ങൾ വരുന്നതിന് മുന്നേ അവർ വരും, ഞങ്ങൾ പോയി കഴിഞ്ഞാലും അവർ പോയില്ല. അങ്ങനെ അവരുടെ ഒരു വലിയ അധ്വാനത്തിന്റെ ഫലമായിരുന്നു ഞങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ച ഓരോ കാര്യങ്ങളും അല്ലേ. അതിൻ്റെ ഒപ്പം കണ്ണൂർ വന്നിട്ട് ഏറ്റവും സന്തോഷമായത് ഭക്ഷണമായിരുന്നു. പക്ഷെ കോഴിക്കോടിന്റെ അത്ര പോരെ കേക്കണ്ട, കണ്ണൂരുകാർ വന്ന് നിന്നെ ഇക്കണ്ട ദിവസം ഇങ്ങനെയൊക്കെ കഴിച്ചതും പോരാ. അത് കഴിഞ്ഞിട്ട് മാതൃഭൂമിയുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയ പൊതിച്ചോറുകൾ തന്നെ കണ്ണൂരുകാരുടെ വലിയ സ്നേഹത്തിന്റെ സാക്ഷ്യപത്രമാണ്. പലഹാര പൊതികളൊക്കെ ഞങ്ങളോടുള്ള സ്നേഹം കാണിക്കാൻ എത്തിയ ആളുകൾ തന്നെ. നമുക്ക് വൈകുന്നേരം ഒരുപാട് കോഴിക്കോടായിരുന്നു നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തായിരുന്നു, പക്ഷെ ഇവിടെ നമുക്ക് അത്രയും പറ്റിയില്ല. നമ്മൾ മോർണിംഗ് ഷോ ആണ് അതിന്റെ ഒരു വളരെ ഞാൻ വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യം ഭക്ഷണത്തിന്റെ കാര്യം മാത്രം നമ്മൾ ചെയ്ത ജോലിയെ പറ്റി കൂടെ ആലോചിക്കും. ഒരു കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണൂരിന്റെ ഒരു ഫീൽ കൃത്യമായി പ്രേക്ഷകർക്ക് കൊടുക്കാൻ. ഇപ്പോൾ കണ്ണൂരിനെ പറ്റി ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, അതൊക്കെ നല്ല വാർത്തകളല്ല പലപ്പോഴും, നിർഭാഗ്യവശാൽ. പക്ഷേ കണ്ണൂരിനെ കുറിച്ച് അതാണ് എനിക്ക് അതിൽ വളരെ ഫീൽ ചെയ്യുന്നൊരു കാര്യം. കണ്ണൂരിനെ കുറിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കണ്ണൂരിൻ്റെ പൈതൃകം, കണ്ണൂരിൻ്റെ സാംസ്കാരിക തനിമ, കണ്ണൂരിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രസക്തി, ഇതൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള കണ്ണൂരിൻ്റെ ദൃശ്യഭംഗി, ഇതൊക്കെ നമുക്ക് മോർണിംഗ് ഷോയിലൂടെ കാണിക്കുമ്പോൾ നമ്മൾ ഏറ്റവും മുകളിലുള്ള ലൈറ്റ് ഹൗസിന്റെ മുകളിൽ വരെ കയറിയപ്പോൾ അതിന്റെ ശബ്ദ സംവിധാനങ്ങളെല്ലാം കൃത്യമായി ഒരുക്കിയത് നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അവരും കാര്യമായി തന്നെ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും പൊട്ടലും ചീറ്റിലൊന്നും ഇല്ലാതെ ശബ്ദം കേൾപ്പിക്കും. നമുക്ക് കൃത്യമായി എല്ലാം കേൾപ്പിച്ചു തരികയും നമ്മൾ പറയുന്നത് എല്ലാം കൃത്യമായി പ്രേക്ഷകരെ കേൾപ്പിക്കുകയും ചെയ്ത നമ്മുടെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവരെ ഒന്നും ഓർമ്മിക്കാതെ, ഇവരെ പറ്റി പറയാതെ, ഇവരെ പ്രേക്ഷകരെ പുറകോട്ട് പോകുന്നുണ്ടോ? ചെറുതായിട്ട് ക്യാമറ നമ്മളെ കാണിക്കാതെ കുറച്ച് പുറകോട്ട് പോകുന്നുണ്ടോ? അവരെ പറ്റി നമ്മൾ ഇതുവരെയൊന്നും പറഞ്ഞില്ല. ക്യാമറ ഇല്ല, കൃത്യമായിട്ട് എല്ലാവരും വരുന്നുണ്ട്. ഇവരൊക്കെയാണ് ഞങ്ങളെ ഇത്ര ഭംഗിയായി ഇങ്ങനെ 4 പേര് നിൽക്കുന്നതിന്റെ ഒരു കാരണം. ഇവരിൽ ഈ പിറകിൽ നിൽക്കുന്ന ഈ നീല ഷർട്ടുകാരാണ്. ഇത്ര ഭംഗിയായിട്ടാണെന്നാണ് ദിവിഷ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾക്കെല്ലാം പ്രോത്സാഹനവും വളരെ എനർജിയൊക്കെ തന്ന ഒരാളുണ്ട്, അയാളെ പറ്റി ഒന്നും പറഞ്ഞില്ല, എന്നെ കുറിച്ച്. പറഞ്ഞാൽ തീരില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ നമ്മുടെ രസക്കൂട്ടിന്റെ ഒപ്പം കുറച്ച് താടിക്കാരെ ഇവിടെ വന്നേ പിന്നെ തമാശ എന്താ വെച്ചാൽ പലർക്കും ഷേവ് ചെയ്യാൻ ഇപ്പം നമ്മൾ കുറച്ചൊക്കെ വൃത്തിയായി രാവിലെ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കും. വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പിന്നെ പോകാൻ നേരത്തേക്ക് ആളുകളെ തിരിച്ചറിയാത്ത ചിലരുണ്ട്. താടിയൊക്കെ വളർന്ന്, ചിലരൊക്കെ ക്ഷീണിച്ച് തളർന്ന്, അത് കേട്ട വഴി താടിയുള്ള ചിലര് ഒളിച്ചോടാൻ തുടങ്ങി. അങ്ങനെ രസകരമായ ഒട്ടേറെ കലോത്സവ വേദിയിൽ ഉണ്ടായിരുന്നു. നമുക്ക് അതിനെ കുറിച്ച് രസകരമായ കാഴ്ച കിട്ടുക. താടി വെക്കാൻ ആശിച്ചോരേ താടി കണ്ടോ താടി, താടി വച്ചു നടക്കുന്നോരീ ഭൂമിയിലുണ്ടൊരു കോടി. ഇതൊരു താടിക്കഥയാണ്. കൂടിയാട്ട കഥകളി വേദി പരിസരങ്ങളിൽ താടി വെച്ച് അല്ല ചുട്ടി വെച്ച് കറങ്ങി നടക്കുന്ന പെൺകുട്ടികളാണ് ഇതിൽ നായികമാർ. താടി വെച്ചവനാരായാലും താടിക്കുണ്ടൊരു മോടി, താടിയുള്ളോരപ്പനോടെ ഉള്ളു ആർക്കും പേടി. കാണുന്നത്ര സിമ്പിൾ അല്ല ഈ താടിക്ക് പിന്നിലെ കഥ. വിദഗ്ധ പരിശീലനം നേടിയവർ കൃത്യമായി താടി വെട്ടിയെടുക്കും. പിന്നെ ചുണ്ണാമ്പും പേപ്പറും ഉപയോഗിച്ച് താടിക്ക് മേൽ മറ്റൊരു താടി. അങ്ങനെ ശ്വാസമടക്കി 2 മണിക്കൂർ വരെ കാത്തിരിക്കണം ഈ താടിയൊന്ന് പൂർത്തിയാകാൻ. മണിക്കൂറുകളുടെ താടിയുദ്ധം പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും കുടുങ്ങിയത്. താടിയുടെ ഭംഗി കണ്ട് സന്തോഷിച്ചവരൊക്കെ വിശന്നപ്പം നട്ടം തിരിഞ്ഞു. താടി ലിങ്കൻ താടി, കാൾ മാർക്സിന്റെ താടി, ഡാർവിൻ താടി, ഓഷോ താടി, ചെഗുവേര താടി. ഇതുപോലൊരു ചുട്ടി വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ കഷ്ടപ്പാടാണ്. ഒരു 1.5 മണിക്കൂർ അങ്ങനെ കിടക്കണം. അതുകൊണ്ട് ചുട്ടി വയ്ക്കാതെ കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ മനോജ് പയ്യന്നൂരിൻ്റെ കൂടെ റിയ. കലോത്സവത്തിന്റെ 1ാമത്തെ ദിവസം രാവിലെ നമ്മൾ ഒരു അതിഥിയെ ഐശ്വര്യമായിട്ട് നമ്മൾ ഇത് തുടങ്ങിയത്, അതായത് കളിയാട്ടത്തിന്റെ തുടങ്ങിയത്. അന്ന് നമ്മുടെ അതിഥിയായി വന്നത് ഇതിന്റെ എല്ലാം മുഖ്യ സംഘാടകനും കാര്യക്കാരനും ഒക്കെ ആയ പഴയ മാധ്യമപ്രവർത്തകൻ DPI ശ്രീ മോഹൻകുമാർ ആയിരുന്നു. സാറ് അവസാനിപ്പിക്കാനും നമുക്ക് സാറ് വേണമല്ലോ അല്ലേ? ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. തുടങ്ങാനും ഞങ്ങളുടെ ഒരു ഷോ അവസാനിപ്പിക്കാനും സാറ് തന്നെ വന്നത് വലിയ സന്തോഷം. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം തൊട്ടിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യം വരെ എല്ലാറ്റിനും സാറിൻ്റെ ഒരു കൈ അവിടെ എത്തണമായിരുന്നു. ഈ
പലരും ഉണ്ടെങ്കിലും നിർദ്ദേശം കൊടുക്കാനും എല്ലാറ്റിനും താല്പര്യം. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തന്നെ ഞങ്ങൾ വിഷമിക്കുന്നു. എങ്ങനെയാണ് സാർ ഈ കഴിഞ്ഞ ദിവസം 7 ദിവസം, ഇന്നിപ്പോൾ ഉച്ചക്കൂടി എല്ലാം തീരാണ്, വൈകുന്നേരത്തേക്കേ ഔപചാരികമായി തീരുള്ളൂ എങ്കിലും എങ്ങനെയുണ്ടായിരുന്നു സാർ 7 ദിവസം? ശരിക്കും നല്ലൊരു ആവേശമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. വല്ലാത്തൊരു വിഷമം തോന്നുകയും ചെയ്യുന്നു. ഇപ്പം ഇന്ന് തീരുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴേ ഒരു വേർപിരിയലിൻ്റെ വല്ലാത്തൊരു വേദന. നല്ലൊരു സംഘാടക കൂട്ടായ്മയുണ്ടായിരുന്നു. എൻ്റെ മാത്രം കൈയല്ലായിരുന്നു, ഒരുപാട് പേരുടെ കൈയുണ്ടായിരുന്നു. ഞാനതിൽ ഒരാളായിരുന്നു. ഉദ്ഘാടന വേദിയിൽ ചില പ്രതിഷേധങ്ങളൊക്കെ കണ്ടെങ്കിലും പിന്നീട് ഒരിക്കലും ഒരു പരാതി പോലും ഉയർന്നു കേട്ടില്ല. ഇത്രത്തോളം ഭംഗിയായത് നടത്താൻ കഴിഞ്ഞു, അതിൻ്റെ ഒരു സന്തോഷം. ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കണ്ണൂർ ഒരു ജനകീയ ഉത്സവമായിട്ടത് മാറുകയായിരുന്നു. കണ്ണൂരിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം കൂടി അത് ഏറ്റെടുത്തു. ശരിക്കും ഒരു കണ്ണൂരിൻ്റെ ഉത്സവമായിട്ട് മാറി. പ്രവർത്തകരുടെ പിന്തുണ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു സാർ? ശരിക്കും മാധ്യമങ്ങളുടെ കലോത്സവമായിരുന്നു. മാധ്യമങ്ങളാണ് ഇതിന് ഇത്രയും ഒരു പൊലിപ്പുണ്ടാക്കിയത്. ഞങ്ങൾ കുറച്ചുകൂടെ പൊലിപ്പിച്ചല്ലേ, നിങ്ങൾ കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചില്ലേ? മോർണിംഗ് ഷോ ഇല്ലേ, മോർണിംഗ് ഷോ ഗംഭീരമായിരുന്നു, യുണീക്കായിരുന്നു, വളരെ യുണീക്കായിരുന്നു മാതൃഭൂമിയുടെ മോർണിംഗ് ഷോ. തീർച്ചയായിട്ടും സാറ് ഇപ്പോൾ ഒരു സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, പക്ഷേ അതിനപ്പുറം ഒരു എഴുത്തുകാരനാണ്, കലാകാരനാണ്, ഒരു പത്രപ്രവർത്തനമായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ താങ്കൾക്ക് ഈ ഒരു കാര്യങ്ങളെ കുറച്ചും കൂടെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ കഴിയും. ഈ കലോത്സവങ്ങളുടെ പ്രസക്തി എങ്ങനെയാണ് കലോത്സവങ്ങൾ അതിജീവിക്കപ്പെടേണ്ടത്? ഇപ്പോൾ തന്നെ കലോത്സവങ്ങളിലൂടെ മാത്രം അതിജീവിക്കുന്ന ചില കലാരൂപങ്ങളുണ്ട്, അതിനപ്പുറം ഈ ഉണ്ടാക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. എങ്ങനെയാണ് ആ തരത്തിലുള്ള കാഴ്ച? കലോത്സവങ്ങളുടെ പ്രസക്തി എന്താണ്? സത്യം പറഞ്ഞാൽ 232 ഐറ്റംസ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് പല ഇനങ്ങളും നമുക്ക് സാധാരണ ജീവിതത്തിൽ ഇല്ലാത്തതാണ്. പല കലകളും ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത് തന്നെ ഈ കലോത്സവത്തിലുള്ളതുകൊണ്ടാണ്. ഞാൻ പക്ഷേ ഇതിന് കാണുന്ന ഒരു വലിയൊരു മഹത്വം എന്താണെന്ന് വെച്ചാൽ നമ്മളറിയാതെ ഇതിനകത്തൊരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം സ്റ്റേജിൽ ഒപ്പന കളിക്കുന്ന കുട്ടികൾ ഹയർ അപ്പീൽ ജൂറിയിൽ പരാതി തരാൻ ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നെറ്റിയിൽ കുറിയൊക്കെ ഇട്ടാണ് വരുന്നത്. നമ്മളോർക്കുന്നതാണ് മുസ്ലിം കുട്ടികളാണ് ഈ ഒപ്പന കളിക്കുന്നതാണ്. അതുപോലെ മാർഗ്ഗംകളി കളിക്കുന്ന കുട്ടികൾ, അതുപോലെ തിരുവാതിര കളിക്കുന്ന കുട്ടികൾ, അവിടെ മുസ്ലിം കുട്ടികളുണ്ട്, ക്രിസ്ത്യൻ കുട്ടികളുണ്ട്. ഇടയ്ക്ക് മടിയിൽ വെച്ച് അറബി പദ്യം ചൊല്ലിയ കുട്ടി വരെ ഉണ്ട്. അറബി പദ്യം. സാറിന് ഈ വിഷയത്തിൽ കുറേ സംസാരിക്കേണ്ടത്, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. സാർ ഈ വിഷയത്തിൽ തന്നെ തുടരും, നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം.